പുരോഗമിക്കുകയാണ്. ലോക കേരള സഭയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയം ഈ കാര്യത്തിൽ നമ്മുടെ വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് സമ്മേളന കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. സമ്മേളന നടപടികൾ നമുക്ക് വളരെ വൈകിയാണ് ആരംഭിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 4:15 എത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് ഔചിത്യമാവുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. ആ സംശയം കാരണമാണ് ഒറ്റവാചകത്തിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചത്. കാരണം ധാരാളം നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തിയാക്കാനാവണം. അപ്പോൾ ഒരു രാത്രി 10 മണി 11 മണിയൊക്കെ ആവുമ്പോൾ പ്രവാസികളായവർക്ക് അതൊരു വലിയ സമയമല്ല. കാരണം അവരെ സമയമായിട്ട് ബന്ധപ്പെടുത്തിയാൽ അത് പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലാണല്ലോ, അതുകൊണ്ട് അത് കുറച്ചൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ ആ പ്രയാസം ഇന്ന് സഹിക്കലേ നമുക്ക് മാർഗമുള്ളൂ. കാരണം ഈ സഭാ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചിതറിക്കിടക്കുന്ന ഒരു ഭാഷാ സമൂഹമാണ്. ഈ തരത്തിൽ ഏതെങ്കിലും കൂട്ടരെ കാണുന്നത് തന്നെ അപൂർവമായിരിക്കും. അപ്പോൾ ലോകത്തെമ്പാടുമായി പറന്നു കിടക്കുന്ന മലയാളി സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ലോക കേരള സഭ എന്ന പേരിൽ ഇന്നിവിടെ സമ്മേളിക്കുകയാണ്. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇത് തീർച്ചയായും അഭിമാനകരമായ കൂടിച്ചേരലാണ്. ഈ സഭയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒന്നുകൂടി ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ. കേരളത്തെ ലോകത്തെമ്പാടും എത്തിച്ച കേരളീയരുടെ പ്രവാസ ചരിത്രത്തിന് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. എന്നാൽ ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ലോക കേരള സഭയുടെ അനുശോചനം മുഖ്യമന്ത്രി രേഖപ്പെടുത്തി. 4ാമത്തെ സമ്മേളനമാണ്, അതിൻ്റെ പ്രതിനിധി സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. സമ്മേളനത്തോടൊപ്പം ലോക കേരള സഭയുടെ സമീപന രേഖയും സമർപ്പിക്കപ്പെടുകയാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് കേരളീയർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചേക്കേറിയത്. ബർമ, സിംഗപ്പൂർ, ശ്രീലങ്ക, മലേഷ്യ ഇങ്ങനെയെല്ലാമുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ട കുടിയേറ്റം. പിന്നീടത് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലേക്കുമായി. പല ഘട്ടങ്ങളിലായി നടന്ന കേരളീയ കുടിയേറ്റ പരമ്പരകളിലൂടെ
കേരളീയർ പ്രവാസികളുടെ വലിയ കൂട്ടമായി മാറി. പതിയെ ചെറിയ അതിരുകൾ ലംഘിച്ച് ലോകമെമ്പാടും പടർന്നു നിൽക്കുന്ന ഒരു വലിയ സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ രൂപാന്തരപ്പെടുമ്പോഴെല്ലാം പ്രവാസി മലയാളികളുടെ കഴിവും വൈദഗ്ധ്യവും കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ സാമൂഹിക സാമ്പത്തിക ഘടനയെ ഒന്നാകെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിനുള്ള ഉപാധിയായി പ്രവാസത്തെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പ്രവാസികളിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ കാര്യത്തിൽ നമ്മളെന്നും മുന്നിൽ തന്നെയായിരുന്നു. പ്രതിഭയുടെ കാര്യത്തിൽ അത്തരമൊരു വരവുണ്ടായില്ല. പ്രവാസികൾ പുറത്തേക്ക് പോകുന്നു, പണം സമ്പാദിക്കുന്നു, നാട്ടിലേക്ക് അയക്കുന്നു, കുറച്ചു കാലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ജീവിക്കുന്നു. ഇതായിരുന്നു നേരത്തെയുള്ള സ്ഥിതി. എന്നാൽ ലോകത്തെ മികവുറ്റ ഗവേഷണ കേന്ദ്രങ്ങളിൽ, മികവുറ്റ എഞ്ചിനീയറിംഗ് കമ്പനികളിൽ, മികവുറ്റ സേവന മേഖലകളിൽ എല്ലാം മലയാളിയുടെ വിരൽപ്പാട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൻ്റെ മുന്നേറ്റത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നോ? ആ ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി പറയേണ്ടി വരുന്ന കാലമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള ആശയങ്ങളെയും പ്രതിഭകളെയും നമ്മുടെ സാമൂഹിക ഘടനയിലേക്ക് സ്വാംശീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോക കേരള സഭയ്ക്ക് രൂപം നൽകുന്നത്. വിദേശത്തുള്ളവരുടെ പ്രജ്ഞയെയും പ്രതിഭയെയും നമ്മുടെ വിജ്ഞാന സമൂഹത്തിനായി, പുതിയ തലമുറക്കായി ഉപയോഗിക്കാൻ നടപടിയെടുക്കുന്നതിനാണ് അതിലൂടെ നമുക്ക് സാധിച്ചത്. അതേപോലെ തന്നെ വിദേശത്തുള്ളവരുടെ വിഭവങ്ങൾ, അവരുടെ കൂടി അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതും നാം ഗൗരവമായി എടുക്കുകയുണ്ടായി. മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസ ക്ഷേമകാര്യങ്ങൾക്ക് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചിലത് ചെയ്യാനും ഈ ഘട്ടത്തിൽ നമുക്ക് സാധിച്ചു. ഇപ്പോൾ പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിനായി പ്രവാസി സമൂഹത്തെ കൂടെ കൂട്ടുന്നതിനും അതോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു പൊതുവേദി എന്ന നിലക്കാണ് ലോ കേരള സഭയെ നാം കണ്ടത്. ഈ സഭ രൂപീകൃതമായതിനു ശേഷം 3 സമ്മേളനങ്ങളും 3 മേഖലാ സമ്മേളനങ്ങളുമാണ് ഇതുവരെ നടന്നത്. അവയിലെല്ലാം
എടുത്ത തീരുമാനങ്ങൾ നല്ല നിലയിൽ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ലോക കേരള സഭയുടെ സമ്മേളനങ്ങളിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളെ നിക്ഷേപം, ക്ഷേമം, നൈപുണ്യ വികസനം, സംസ്കാരം എന്നിങ്ങനെയുള്ള മുഖ്യ രംഗങ്ങളായി തരംതിരിച്ചു. അവയ്ക്ക് പ്രാവർത്തിക രൂപം നൽകാൻ 7 മേഖലാ കേന്ദ്രീകൃത സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ലോക കേരള സഭയുടെ സെക്രട്ടേറിയറ്റ് അവയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ഇതിൻ്റെയൊക്കെ ഫലമായാണ് ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ്, NRI നിർമ്മാണ കമ്പനി, NRI സഹകരണ സൊസൈറ്റി, നോർക്ക റൂട്ട്സിൽ ആരംഭിച്ച വിമൻ സെൽ. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. സമ്മേളനം നടക്കുന്നത് ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ്. കുവൈറ്റ് തീപിടുത്തം അങ്ങേയറ്റം ദുഃഖകരമാണെന്നും സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തെന്നും ദുരന്തത്തിൽ കുവൈറ്റ് സർക്കാർ ഫലപ്രദമായി ഇടപെട്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു.